പ്രാപിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 43-ാം വാക്യമാണ് നാം ചിന്തിക്കുന്നത്. ഒരു മനുഷ്യൻ വഴിയരികെ ഇരിക്കുക, ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ യേശു വരുന്നു എന്ന്, കടന്നു പോകുന്നു എന്ന് അറിയിച്ചപ്പോൾ, അത് കേട്ടപ്പോൾ നിലവിളിക്കാൻ തുടങ്ങി. ആരാ പ്രാപിക്കുന്നത്? നിലവിളിക്കുന്നവൻ പ്രാപിക്കും. പ്രതീക്ഷകൾ എല്ലാം അസ്തമിച്ചെന്ന് നിനക്ക് തോന്നിയാലും നിലവിളിക്കാൻ തയ്യാറാണോ? നീ ചിലത് പ്രാപിച്ചിരിക്കും. അത് ക്ഷണത്തിൽ പ്രാപിച്ചിരിക്കും. നീ പ്രാപിക്കാതിരിക്കാൻ നിന്റെ കൂടെയുള്ളവർ നിരുത്സാഹപ്പെടുത്തിയിരിക്കും. അത് ശ്രദ്ധിക്കാതെ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ നീ പ്രാപിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ വിശ്വാസ ജീവിതത്തിൽ, നിന്റെ ഭൗതിക ജീവിതത്തിൽ, നിന്റെ തലമുറയുടെ വിഷയത്തിൽ, ശുശ്രൂഷ ജീവിതത്തിൽ ചിലത് പ്രാപിക്കും. നിലവിളിക്കാം. കർത്താവേ, നിലവിളിക്കുന്നവർക്കും ചിലത് പ്രാപിപ്പാൻ കഴിയുമെന്ന് ഞങ്ങളെ മനസ്സിലാക്കിയതോർത്ത് സ്തോത്രം. ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.